നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണേ. ഞാൻ 500 കോടി ബജറ്റിൽ ഹോർമുസ് കടലിടുക്ക് ദ റിവെഞ്ച് ചാപ്റ്റർ 1 എന്ന പേരിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്താലോ എന്ന ചിന്തയിലാണേ. കഥ കേട്ട് നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ ഞാൻ ചെയ്യാം. ഒന്ന് കേട്ട് നോക്ക്. കഥ എങ്ങനെയാണേ? തുടക്കം തന്നെ ഒരു ഐറ്റം ഡാൻസ്, പിന്നെയാണ് കഥയിലേക്ക് പോവാം. ഇറാൻ ഗൾഫ് ഇസ്രയേൽ യുദ്ധം കാരണം ഇന്ത്യയുടെ LPG ഗ്യാസ് നിറച്ച 101 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിപ്പോകുന്നു. സർക്കാരും ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നു. LPGക്ക് ഇന്ത്യയിൽ 60 രൂപ വില കൂടുമെന്ന അവസ്ഥ. ജനങ്ങൾ ഇളകുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഒടുവിൽ ഇറാനിൽ നിന്നും കപ്പൽ ഇന്ത്യയിലെത്തിക്കുവാൻ ആഭ്യന്തരമന്ത്രി DGPയോട് പറയുന്നു. ഇനി അവനെ വിളിക്കൂ, അവൻ വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറയൂട്ടോ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അവതരിപ്പിക്കുന്ന 7 പാക്ക് ശരീരമുള്ള സുന്ദരനായ ഉത്തർപ്രദേശുകാരനായ സന്തോഷ് പണ്ഡിറ്റ് കപൂർ IPS എന്ന കരുത്തനായ പോലീസ് കമ്മീഷണർ ഹോർമുസ് കടലിടുക്കിൽ നിന്നും കപ്പലുകൾ രക്ഷിച്ച് ഇന്ത്യയിലെത്തിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കും. ഇതാണ് സംഭവം. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഈ നായകൻ്റെ ഫ്ലാഷ് ബാക്ക്. അങ്ങേരൊരു ചൂടനാണ്. ഏതെങ്കിലും ക്രിമിനലിനെ കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലും. അത് അങ്ങേരുടെ ഒരു വീക്ക്നെസ്സാണ്. ഒരു യുവതിയെ പീഡിപ്പിച്ച് കൊന്ന 12 പേരെ അവരുടെ വീട്ടിൽ പോയി വെടിവെച്ച് കൊന്നു. എങ്ങനെയുണ്ട്? ഇതറിഞ്ഞ് കോടതി അങ്ങേരെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ജോലി താൽക്കാലികമായി എയർലൈൻ. ഇതറിഞ്ഞ പണ്ഡിറ്റിൻ്റെ സുന്ദരിയും പണക്കാരിയുമായ കേരളത്തിലെ കാമുകി അങ്ങേരെ തേച്ചു പോയി. ജോലിയില്ലാത്ത ഒരുത്തരെ എനിക്ക് വേണ്ട, പ്ലീസ് എന്നെ ശപിക്കരുത് എന്നൊക്കെ ഡയലോഗ് പറഞ്ഞ് ആ പെൺകുട്ടി വേറൊരാളെ പോയി കിട്ടുന്നു. കാരണം ആ പെൺകുട്ടി ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ബൈ ചാൻസ് ഗവൺമെൻറ് ജോലിക്കാർ മരിച്ചാലും ഒരു ഡൈ ഹാർനസൊക്കെ കിട്ടുമല്ലോ. അതായിരുന്നു ആ കുട്ടിയുടെ ഐഡിയ. അപ്പോൾ ഇങ്ങേർക്ക് ജോലി പോകും. യഥാർത്ഥ ജോലി പോയിട്ടില്ല, സസ്പെൻഷനാണ്. പക്ഷേ ഈ പെൺകുട്ടി തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലവ് സോങ്, ഇതിൻ്റെ ഇടയിൽ ഒരു കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടി രീതിയിലുള്ള 2 പാട്ട്. വിഷമിച്ച് നിൽക്കുന്ന പണ്ഡിറ്റിൻ്റെ കഥയറിഞ്ഞ് സഹതാപം തോന്നി മറ്റൊരു പാവപ്പെട്ട വീട്ടിലെ ഉത്തർപ്രദേശുകാരിയായ യുവതി പ്രണയിക്കുന്നു. അവളുമായുള്ള പണ്ഡിറ്റിൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസമാണ് ഈ ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുവാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുന്നു. പണ്ഡിറ്റ് എന്ന പേര് മാറ്റി മൂസക്കുട്ടി എന്ന ഇറാൻ സ്റ്റൈൽ പേരിടുന്നു. സസ്പെൻഷനൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നു. ഒടുവിൽ കല്യാണം മാറ്റിവെച്ച് പണ്ഡിറ്റ് ഒരു ഇന്ത്യൻ ഏജൻ്റായി സ്പൈ വർക്ക് ചെയ്യുവാൻ ഇറാനിലേക്ക് നുഴഞ്ഞു കയറുവാൻ പോകുന്നു. ഉത്തർപ്രദേശിൽ നിന്നും ആദ്യം ഗുജറാത്ത് വരെ എത്തി അവിടെ നിന്നും ഹോർമുസ് വരെ നീന്തിപ്പോകുന്നു. ആകെ കയ്യിലുണ്ടായിരുന്ന കാമുകിയുടെ ഫോട്ടോ കത്തിക്കുവാൻ അവർ പറയുന്നു. അത് ചെയ്യുന്നു. ഇതിനിടയിൽ 2 പാട്ട്. ഈ ദൗത്യത്തിൽ പണ്ഡിറ്റിനെ സഹായിക്കുവാൻ 2 സുന്ദരികളെയും സർക്കാർ കൊടുക്കുന്നു. പണ്ഡിറ്റിനെ കണ്ട മാത്രമേ തന്നെ 2 സുന്ദരിമാരും മനസ്സുകൊണ്ട് പ്രണയിക്കുന്നു. പക്ഷേ അതിലൊന്നും പണ്ഡിറ്റ് നിന്നു കൊടുക്കുന്നില്ല. ഒരു അരപ്പാട്ട്. ഇറാനിൽ വിദഗ്ധമായി നീന്തി എത്തിയ അവരെല്ലാം മീൻകാരായി വേഷം മാറി ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് മീൻ വിറ്റ് ജീവിക്കുന്നു. ഇടയ്ക്കൊക്കെ വാർക്കപ്പണിക്കും പോകുന്നു. അങ്ങനെ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം പണ്ഡിറ്റ് ഒറ്റയ്ക്ക് പഠിക്കുന്നു. അതിനിടയിൽ 2 ഇറാനിയൻ സ്ത്രീകൾ പണ്ഡിറ്റ് മൂസക്കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രണയിക്കുന്നു. ഡാൻസ്, പാട്ട്. പക്ഷേ ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന പണ്ഡിറ്റ് ആ പ്രണയം നിരസിക്കുന്നു. ഇറാൻ യുവതികളുടെ ഹൃദയം തകരുന്നു. ഇതിനിടയിൽ തൻ്റെ ഇന്ത്യൻ കാമുകിയെ ഓർത്ത് ലോലഹൃദയനായ പണ്ഡിറ്റ് കരയുന്നു. ഇന്ത്യയുടെ 101 കപ്പലുകൾ രക്ഷിക്കുവാൻ ഒരു രാത്രിയിൽ പണ്ഡിറ്റ് വിദഗ്ധമായ പ്ലാൻ തയ്യാറാക്കുന്നു. ഈ സമയം ഇങ്ങനൊരു ഇന്ത്യൻ ഏജൻ്റാണെന്ന് ഇറാൻ പോലീസ് തിരിച്ചറിയുന്നു. ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന പണ്ഡിറ്റ് തൻ്റെ ഇറാൻകാരനായ വാർക്കപ്പണിയുടെ മേസ്തിരിയുടെ മുന്നിൽ പെട്ടുപോകുന്നു. പക്ഷേ താൻ മേസ്തിരിയും കൂപ്പുമൊന്നുമല്ലെന്നും താനും ഒരു ഇന്ത്യൻ ഏജൻ്റാണെന്ന് മേസ്തിരി പണ്ഡിറ്റിനോട് പറയുന്നു. രഹസ്യങ്ങൾ ചോർത്തുവാൻ 45 വർഷമായി താനും ഇറാനിൽ വാർക്കപ്പണിയും ചെയ്ത് ജീവിക്കുകയാണെന്നും പറഞ്ഞ് പണ്ഡിറ്റിനെ സഹായിക്കുന്നു. കുറേ AK-47 തോക്കുകളും ചൈനീസ് ബോംബുകളും ഒക്കെ കൊടുത്ത് 101 കപ്പലിൽ പണ്ഡിറ്റിനെ കൊണ്ട് എത്തിക്കുന്നു. അപ്പോഴേക്കും ശത്രുക്കൾ കപ്പൽ വളയുന്നു. പണ്ഡിറ്റ് ഓടുന്നു, ചാടുന്നു, പറക്കുന്നു. ഒറ്റയ്ക്ക് എല്ലാവരും എതിരിട്ട് കുറേ പേരെ കൊന്ന്
മറ്റുള്ളവരെ ഓടിച്ച് പഞ്ച് ഡയലോഗുകളൊക്കെ പറയുന്നു. ഇതിനിടയിൽ ഒരു ഇറാൻ പോലീസുകാരൻ പറയുന്നു, ഈ കപ്പൽ ആടി ഉലയും നോക്കിക്കോ. അപ്പോൾ പണ്ഡിറ്റ് പറയും, ഈ കപ്പൽ ആടി ഉലയില്ല, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ ഡയലോഗ് തിരിച്ചു പറയിട്ടോ. അങ്ങനെ ഒടുവിൽ 101 കപ്പലുമായി ഹോർമുസ് കടലിടുക്കിൽ നിന്നും പണ്ഡിറ്റ് മുന്നിൽ നിന്ന് നയിച്ച് ഉത്തർപ്രദേശിലെത്തുന്നു. ഉടനെ പണ്ഡിറ്റ് ഓടി എത്തി കാമുകിയെ കാണുന്നു. അതോടെ ഇന്ത്യയിലെ LPG ക്ഷാമം പരിഹരിക്കപ്പെടുന്നു. പണ്ഡിറ്റിന് അവാർഡ് കൊടുക്കുന്നു. കാമുകിയെ വിവാഹം കഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പണ്ഡിറ്റിന് വാട്സപ്പ് കോൾ വരുന്നു. പണ്ഡിറ്റ്, നിങ്ങൾ ഒരിക്കൽ കൂടി ഹോർമുസ് കടലിടുക്കിൽ പോകണം. ഇത്തവണ ഇന്ത്യയുടെ പെട്രോൾ ഡീസൽ നിറച്ച 301 കപ്പലുകൾ ഒരു പോറൽ ഏൽക്കാതെ ഇന്ത്യയിൽ എത്തിക്കണം. ഇതാണ് പുതിയ ടാസ്ക്. ഇത് കേട്ടതോടെ വീണ്ടും വിവാഹം മാറ്റിവെച്ച് പണ്ഡിറ്റ് വീണ്ടും ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കി പോകുന്നു. കാമുകി അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നു. മെലഡി സോങ്. ഇത്തവണ പണ്ഡിറ്റിനെ സഹായിക്കാൻ 3 സ്ത്രീകളെ സർക്കാർ അനുവദിക്കുന്നു. അപ്പോഴാണ് സ്ക്രീനിൽ പ്ലീസ് വെയിറ്റ് ഫോർ ചാപ്റ്റർ 2 ബൈ സന്തോഷ് പണ്ഡിറ്റ്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ മൊത്തം നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ കഥ എങ്ങനെയുണ്ട്? വിജയിക്കുമോ? ഞാൻ ഇതോടൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുമോ? അപ്പോൾ ഒരു വാൽകൃഷ്ണ ആദ്യമേ പറയാം, ഇതൊരു പ്രൊപ്പഗാണ്ട സിനിമയല്ല. വലിയ ലോജിക്കൊന്നും നോക്കണ്ട. കാരണം ഇപ്പോൾ മീൻ വിറ്റും വാർക്കപ്പണിയും എടുത്തും ഇറാനിൽ ഇന്ത്യൻ ഏജൻ്റായി പോയ ഒരുത്തൻ എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ പഠിച്ചു എന്ന ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ വാർക്കപ്പണി എന്ന് പറയുമ്പോഴത്തെ ആ വാർക്കപ്പണിയിൽ തന്നെ ഉണ്ട് വാർ. അപ്പോൾ അതൊക്കെ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസിയെ കാണിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.